ഹലോ ഗൈസ്, ട്രിവാൻഡ്രം വീഡിയോ നമ്മൾ രണ്ടാമത്തെ ദിവസമായിരുന്നു. അതുപോലെ മാച്ച് ഡേയും കൂടി ആണെന്നിട്ട് അങ്ങനെ രാവിലെ എല്ലാവരും എണീപ്പിച്ച് നേരെ ഫുഡ് കഴിക്കാൻ നമ്മൾ പോയത്. ഫ്ലാറ്റിന്റെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക് തിരിച്ചു വേണ്ടി ഇന്നലെ വാങ്ങി ജ്യൂസ് ഉണ്ടായിരുന്നു, അതും കുടിച്ചിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ആയിട്ട് നേരെ ഒരു പൂളിന്റെ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തു. നമ്മൾ നേരെ സ്റ്റേഡിയത്തിൽ ഫാൻസും കാറിൽ വന്നു, അവരെല്ലാം കണ്ടു. നമ്മൾ സൂവിലെ കുറച്ച് ടൈം പാസിന് മൃഗങ്ങളെ കണ്ടു, അങ്ങനെ സൂന്ന് ഇറങ്ങി ഡ്രസ്സെല്ലാം മാറ്റി കണ്ണൂർ വെച്ച് ജേസി ഇട്ടു. പിന്നെ അതുപോലെ എന്റെ ഫ്രണ്ടും കൂടെ അമുൽ ശാലു ഇൻഫ്ലുവൻസറും കൂടി ആണ്. അപ്പൊ അവനെയും കണ്ടിട്ട് അവനെ ഒന്നിച്ച് കൂട്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എല്ലാം കിട്ടി. തിരുവനന്തപുരം കൊമ്പൻ എഫ് സി അതുപോലെ കണ്ണൂർ വെച്ചിന്റെ മാച്ചാണ്. ആദ്യം തന്നെ ടീം അറൈവലാണ്, അവരെല്ലാം വെൽക്കം ചെയ്തു. നമ്മളെ ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പാണ് റെഡ് മറൈൻസ് പറഞ്ഞ. അപ്പൊ എല്ലാവരും ആവേശത്തിലായില്ലത് മൊത്തം. റെഡ് മറൈൻസ് പറഞ്ഞ ഫാൻസ് ഗ്രൂപ്പിൽ വീഡിയോഗ്രാഫർ എഡിറ്ററും കൂടിയാണ്. എല്ലാവരും ഒന്നിച്ച് സ്റ്റേഡിയത്തിൽ കയറിന്റെ ഫ്ലെക്സും കാർഡെല്ലാം കിട്ടി. എല്ലാവരും മൊത്തം സെറ്റ് ആക്കി വെച്ചിട്ട് ഫ്ലാഗെല്ലാം വീശി ഫുൾ പവർ ആക്കി. മൊത്തത്തിൽ റെഡ് മറൈൻസിന്റെ ഫ്ലാഗ്, അത് കണ്ണുവേസിന്റെ ഫ്ലാഗ്. മാച്ച് സ്റ്റാർട്ട് ചെയ്തു, എല്ലാവരും ഫുൾ ആവേശത്തിലാണ്. അങ്ങനെ തന്നെ ഫസ്റ്റ് ഗോൾ നമ്മൾ തന്നെ ഇട്ട് കോർണറിൽ. അത് കഴിഞ്ഞോട് എല്ലാവരും ഫുൾ പവർ ആയി. എന്നിട്ട് ഹാഫ് ടൈമിൽ അവർ പെനാൾട്ടിക്ക് തിരിച്ച് ഗോൾ അടിച്ചു. പിന്നെ അവർ ഫാൻസ് ഫുൾ പവർ ആയിരുന്നു. പിന്നെ നമ്മൾ വിട്ടുകൊടുത്തില്ല, ഫാൻസ് എല്ലാവരും ഒന്നിച്ചു നിന്നു. ലാസ്റ്റ് നമ്മൾ 3 ഗോൾ തിരിച്ചടിച്ചു. അതേപോലെ അവർ ഒരു ഗോൾ കൂടെ അടിച്ചു. ഫൈനൽ വിസിൽ വിളിച്ചപ്പോൾ 3-2 നമ്മൾ കണ്ണൂർ ജയിച്ചു. നമ്മൾ ട്രാവലിംഗ് ഫാൻസിന് ഫുൾ ആവേശമായിരുന്നു. ഫുൾ റെഡ് മറൈൻസ് പവർ ആക്കിന് അങ്ങ് അവരെല്ലാം നോക്കി വെക്കുന്നുണ്ടായത്. ലാസ്റ്റ് പ്ലേയേഴ്സ് എല്ലാം ഫാൻസിന്റെ അടുത്ത് വന്നിട്ട് വൈപ്പിംഗ് ക്ലാപ്പെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കൊമ്പൻ എഫ് സി ഫാൻസിന്റെ അടുത്തായിട്ട് അവർക്ക് കയ്യും കാലെല്ലാം കൊടുത്തു. എല്ലാവരും അങ്ങനെ മടങ്ങി. നമ്മൾ നേരെ തട്ടാടെ പോയി ഫുഡും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അമൽ ശാലിനും അതേപോലെ നമ്മൾ അശ്വിനും കാര്യങ്ങളിൽ ബായി കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അപ്പോൾ തിരുവനന്തപുരം വ്ളോഗ് ഇത്രയേ ഉള്ളൂ.